ഹലോ. എനിക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ആൾക്കാർ എന്നെ കാണാനും കേൾക്കാനും ഉള്ളതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഒരു കുഞ്ഞു ആഗ്രഹമാണ് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം എന്നുള്ളത്. അത് ഉടനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഇന്നുള്ളത് വാങ്ക്യൂവറാണ്. എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫെബ്രുവരിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫൈനലി അങ്ങനെ വാങ്ക്യൂവറിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സോ ഓൾ ദ ഏവിയേഷൻ ഇൻസ്പയർസിന് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ട്രാവൽ ഇഷ്ടമുള്ളവർ, ഏവിയേഷൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ കുറച്ച് ലേ ഓവർ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇന്ന് വാങ്ക്യൂവറിൽ ഞാൻ മോർണിംഗ് ആണ് ലാൻഡ് ചെയ്തിട്ടുള്ളത്, ഏർലി മോർണിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്. ഹോട്ടലിലേക്ക് പോകുന്ന കുറച്ച് സീൻസാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാതിരാത്രി എല്ലാ ഷോപ്സ് ക്ലോസ് ആയാലും അവർ ഷോപ്സിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പോകും. നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അവർ ഷട്ടറൊന്നും ഇടില്ല ഇവിടെ. എല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും, പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എല്ലാ ഷട്ടറൊക്കെ ഇട്ട് കുറച്ച് ഉജാല കുപ്പിയൊക്കെ വെച്ചിട്ട് പോകും, പട്ടിയൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് കുഴപ്പമില്ല. അതുപോലെ ഒരു കുഞ്ഞ് റൂം ടൂർ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ റൂം. അതുപോലെ ഒരു എസ്തറ്റിക് വാഷ്റൂമായിട്ടോ, നല്ലൊരു ഭംഗിയുള്ള വാഷ്റൂം, ടബ്ബ്, നല്ല റിലാക്സ് ചെയ്ത് കുളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു കുഞ്ഞ് കോഫി മേക്കറും കുറച്ച് വാട്ടർ ബോട്ടിൽസും കെറ്റിലും ഉണ്ടാവും. ഇതാണ് എൻ്റെ റൂം ടൂർ. ഇതാണ് എൻ്റെ റൂം. അതുപോലെ 2 ബെഡ് കാണുമ്പോൾ വിചാരിക്കും 2 ക്രൂവിനുള്ളതാണ്. അല്ല, ഓരോ ക്രൂവിനും ഓരോ റൂമാണ്. ഇതുപോലെ കുറച്ച് കോഫി സാഷേസും ഗ്ലാസ്സസൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇവിടെ. ഞാൻ കോഫിയും ടീയും കുടിക്കാത്തതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അതുപോലെ ഇത് നല്ലൊരു വ്യൂ ആണ്. എൻ്റെ ഹോട്ടലിലെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. രാത്രിയിലും രാവിലെ നമുക്ക് ബോറടിക്കില്ല. രാത്രി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിശന്നപ്പോൾ, പക്ഷെ ഞാൻ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഞാൻ പോയിട്ട് വന്നു. എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ എല്ലാം കെട്ടി പറക്കി അവർ വീട്ടിൽ പോകും. ഇത് ഞാൻ തിരിച്ച് പിന്നെ ഒരു രക്ഷയില്ല, ഞാൻ ഹോട്ടലിലേക്ക് എത്തി. വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊന്ന് എന്താ പറയുക, കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പം ഞാൻ എൻ്റെ ലൈഫിലൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പറ്റും, ഇത്രയും രാജ്യങ്ങൾ കാണാനും US-ഉം കാനഡയും പോലുള്ള രാജ്യങ്ങൾ കാണാൻ പറ്റുമെന്നൊന്നും തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമെങ്കിൽ, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതൊന്നും അത്ര ഡിഫിക്കൾട്ടല്ല. നമുക്കിങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടായാലും, ഞാൻ ഒത്തിരി യൂട്യൂബിൽ വീഡിയോസ് കണ്ടിരുന്ന ആളാണ്. എനിക്കത് കണ്ട് ഒത്തിരി ഇൻസ്പയറായിട്ട് ഭയങ്കരമായിട്ട് അത് മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് അങ്ങനെയൊക്കെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുറേ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയറായിട്ട് കാര്യമില്ല. നമ്മളത് പ്രവർത്തിക്കണം. നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാണ്ട് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനെങ്കിലും നമുക്കുള്ളൂ. അത് നമ്മൾ എന്തായാലും ചെയ്യണം. എന്നാലാണ് നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതല്ല കേട്ടോ. എല്ലാവരും പ്ലീസ് ട്രൈ ചെയ്യണം. വെറുതെ വീട്ടിലിരിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. എന്നാലാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സീൻസാണ് ഇത്. കുറച്ച് ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്മൂത്തീസൊക്കെ. ഇതൊക്കെ എന്താ, ഹാം, കുറച്ച് ചീസ്, ക്രീം, സ്ട്രോബെറി, വാഫിൾസ്, പാൻ കേക്ക്സ്. ഇതൊന്നും ഞാൻ കഴിക്കുന്നത് പോലല്ല. എന്നാൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് എടുക്കാറുണ്ട്. കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, ആപ്പിൾ, ബനാന, അങ്ങനത്തെ. പിന്നെ ഒരു മുട്ട കൊണ്ടിട്ടൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചത്. അതാ മുട്ട പോലെ അത്. പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് നാരങ്ങയും ഉള്ളിയൊക്കെ ആയിട്ട്. അപ്പോൾ എടുത്തത് പോലും എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഷുഗറിയാണ് ഇവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ. ഫുൾ ഷുഗർ, ക്രീമൊക്കെ ആയിട്ട്. നമുക്ക് ഈ പഴങ്കഞ്ഞിയും ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് എനിക്കൊന്നും ഇങ്ങനത്തെ ഒന്നും ആഹാരം രാവിലെ തന്നെ എനിക്ക് ഇത്രയും സ്റ്റഫ് ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ കറക്റ്റ് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവിടെ കറക്റ്റായിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ വേറെ ഇവിടെ ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുക. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം ഒരു തരം റെസ്പെക്റ്റ് നമ്മൾ നമ്മുടെ കൺട്രിയോട്, നമ്മുടെ ട്രാഫിക് റൂൾസിനോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ് അത്. ഇവിടെ ഉള്ളവർ അത് നല്ലപോലെ പാലിക്കുന്നുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ അവർ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ട് കേട്ടോ. വളരെ റെയറായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എല്ലായിടത്തും ഓരോ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല. അതുപോലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസും കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ഒരു ഡോളറാമ എന്നൊരു സ്റ്റോറുണ്ട്. എനിക്ക് ആകെയും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറാണ് തൽക്കാലം.
അവിടെ കയറി ഞാൻ കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ വിചാരിച്ചു. മെയിൻലി എനിക്ക് ചോക്ലേറ്റ്സ് വാങ്ങാനായിട്ട് കയറിയത്. കാരണം നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് അച്ഛനമ്മമാരൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കിട്ടുകയുള്ളൂ. അതും ഒത്തിരി വിലയാണ് അതിനൊക്കെ. സോ ഞാനത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ അപ്പുറത്തും അവരിപ്പുറത്തുമാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ഇപ്പുറത്തും അവരപ്പുറത്തുമാണ് നിൽക്കുന്നത് കുറച്ച് പേര്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ക്രോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ടൈമർ പോലൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റിൽ ടൈമർ ഉണ്ടാവും, കാണുന്നുണ്ടാവും 17, 16. അത് തീരുന്നത് വരെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. തീർന്നു കഴിഞ്ഞാൽ വണ്ടികളെല്ലാം പോവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഇവിടെ അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ഞാൻ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വാൻക്യൂവർ ആയാലും കാനഡയിൽ എവിടെ പോയാലും നമ്മുടെ മലയാളികളില്ലാത്ത ഇടയില്ല എന്നൊക്കെ പറയില്ല. അതുപോലെ ഞാൻ ഇന്ന് ആ സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് മലയാളികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് പേരെയൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് ഉറപ്പായിരുന്നു മലയാളികളാണെന്ന്. കാരണം എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മലയാളികളെ എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക്, കാരണം നമ്മുടെ നാട് വിട്ട് പോയവർക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഇതെൻ്റെ ഹോട്ടൽ സൈഡിലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു സാധനം കാണിച്ചാൽ കുറേ സൈക്കിൾസ് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ആക്ച്വലി ജസ്റ്റ് ഒന്ന് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളവർക്കൊരു ഓപ്ഷനാണ്. അത് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് എന്തോ എടുത്തിട്ട് പോകുന്ന സൈക്കിളാണ്. പക്ഷേ അത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് ഇത്ര ടൈം കഴിഞ്ഞാൽ നിന്ന് പോകും തോന്നുന്നുണ്ട്. അതിന് മുന്നേ നമ്മളവിടെ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് വെക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ സൈക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ അത്ര അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. വെറുതെ ഇവിടെ താഴെ വന്ന് ഈ കടലിലേക്ക്, ഇങ്ങനെ അഗാധമായ കടലിലേക്ക് നോക്കി നിന്നിട്ട് നമുക്ക് കുറേ ശാന്തത കിട്ടും. നടന്ന് തളർന്നുകൊണ്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഫറ്റീരിയയിൽ നിന്ന് ഫുഡ് ലഞ്ചിനുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് കൂപ്പൺസ് കിട്ടും. അപ്പോൾ ലഞ്ചും കൂടെ വാങ്ങിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. റൂമിലേക്ക് പോകുന്ന വഴി ഈ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ ആൻറ്റിക് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരാളെയും പ്രോത്സാഹിപ്പിക്കില്ല ആൻറ്റിക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അത് ഭയങ്കര വിലയാണ്. എനിക്കറിയില്ല ഈ സാധനങ്ങൾ എങ്ങനെ ഇത്ര വില ഇവിടെ വെച്ചേക്കണേ. സൺഗ്ലാസസ് ആയാലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറില്ലേ നല്ല ക്രിസ്റ്റൽ ഗ്ലാസ്. നമ്മുടെ അമ്മയും അമ്മൂമാരൊക്കെ ഷോക്കേസിൽ ഏത് നേരം ആരോ വരാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുന്ന കുറേ ഗ്ലാസും പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലത്തെ ഗ്ലാസും പാത്രങ്ങൾക്കൊക്കെ ഒരു വില ഈ ആൻറ്റിക് ഷോപ്സിൽ കണ്ടു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അതിന് വില അവർ അവിടെ താഴെ ഇട്ടേക്കുന്നത്. അതുപോലെ ഒരു സൺഗ്ലാസിൻ്റെയൊക്കെ വില ഞാൻ അവിടുത്തെ വില കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സാധനം ഞാൻ കെട്ടിപ്പറക്കി ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു നല്ല കാര്യം കേട്ടോ, ഹോട്ടലിൽ നമ്മുടെ മാപ്പ് ഉണ്ടാവും, ഏത് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജിമ്മ്, സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട്. ഞാൻ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ സ്വിമ്മിംഗ് പൂളിലും ജക്കൂസിയിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി വരും, അല്ലാണ്ട് ഞാൻ ഒന്നിലും ഇറങ്ങിയിട്ടൊന്നുമില്ല. എന്തൊക്കെ വാങ്ങിയാൽ കാണിച്ചു തരാം. കുറച്ച് സ്റ്റോക്കിങ്സ്, അതെന്തായാലും ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ചോക്ലേറ്റ് എത്തി, പിന്നെ മിഠായി, വീണ്ടും വരുന്നു മിഠായി. അപ്പോൾ ഇത്രയും മിഠായി വാങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഷുഗർ വരില്ലേ, ഇത് അസുഖം വരില്ലേ? ഇല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷുഗർ കുറയുന്ന അസുഖമാണുള്ളത്. അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ്സ്. എനിക്ക് മാത്രം കഴിക്കാനല്ല, വീട്ടിലുള്ളവർക്ക് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ നമ്മുടെ ഗൾഫിലുള്ളവരൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കൊണ്ടുവരാറുണ്ട്. നാട്ടിലൊന്നും ഇത് കിട്ടില്ല. അപ്പം ഞാനത് കാണുമ്പോൾ ഒരു നൊസ്റ്റ അടിച്ചിട്ട് ഞാൻ വാങ്ങുന്ന കേട്ടോ. അതുപോലെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ബ്രഷിൻ്റെ ഉള്ളിൽ നമ്മൾ സോപ്പ് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ലൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ പിന്നെയും ചോക്ലേറ്റ്സ്, ലൈസോള്. ചിലർ വിചാരിക്കും എനിക്ക് വല്ല പ്രാന്തവും ഉണ്ട്. ലൈസോൾ ഇതൊരു ഫാബ്രിക് ഫ്രഷ്നർ, നല്ല മണമായിട്ടുണ്ട്. നല്ല മണമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് അത് തീരുമ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇവിടെയാണ് ഇത് കിട്ടുന്നുള്ളൂ. അതുപോലെ ഇത്രയൊക്കെ ഉള്ളു. കുറച്ച് അളുത്ത പിളുത്ത സാധനങ്ങളാണ് വാങ്ങിയത്. ഇത്രയും കുറച്ച് പൈസ കൊണ്ട് അവിടെ കൊടുത്തപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അടുത്ത ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ടാറ്റ പോവാണ്. തിരിച്ച് ഡൽഹി പോവാണ്. ഭയങ്കര സന്തോഷം, ഡൽഹിക്ക് തിരിച്ച് പോകുന്നുണ്ട്. മരങ്ങളിലൊക്കെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ